പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന് ഇതൊക്കെയായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ വാക്യം. അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വെക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരവൊന്നും പറഞ്ഞില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വെക്കും എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലുള്ള സകല ജനത്തോടും ഏലിയാവിന്റെ കാലഘട്ടത്തിൽ എന്ന പോലെ ഈ കാലഘട്ടത്തിലും ദൈവാത്മാവ് ചോദിക്കുന്നത് നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വെക്കും എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ ദൈവസഭകൾക്കകത്തും ദൈവജനത്തിന്റെ ഇടയിലും ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയില് അനവധി ദുരുപദേഷ്ടക്കന്മാർ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. കള്ളപ്രവാചകന്മാരും അനവധി അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വ്യാജന്മാർ അങ്ങനെ മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന ഉപദേശങ്ങൾ പല നിലകളിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടം പോലെ, ഏലിയാവിന്റെ കാലഘട്ടം പോലെ ഈ കാലഘട്ടവും അങ്ങനെ ആയി തീർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് ദൈവാത്മാവിന് നമ്മോടും ചോദിക്കാനുള്ള ഒരേ ചോദ്യമാണ്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വെക്കും? മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ സാത്താനി ആരാധന വർദ്ധിച്ചു. സാത്താനി സഭകൾ തന്നെ നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും വ്യാപകമായി. പ്രത്യേകിച്ച് എറണാകുളമൊക്കെ കേന്ദ്രീകരിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനുഷ്യനെ വലയ്ക്കുന്ന, മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന അനവധി തന്ത്രമന്ത്ര മായജാല വിദ്യകളൊക്കെ പെരുകി വരുമ്പോൾ ദൈവാത്മാവ് നമ്മോടും ചോദിക്കുന്നതല്ലേ, നിങ്ങൾ എത്രത്തോളം 2 തോണി കാല് വെക്കുമെന്ന്. ഈ വചനത്തിന്റെ ചിന്ത നമ്മൾ മനസ്സിലാക്കുമ്പോൾ 1 രാജാക്കന്മാര് ഹല്ലേലൂയ സ്തോത്രം 18-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 43 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ ചെയ്തെടുക്കുന്ന ഒരു മഹനീയമായ ശുശ്രൂഷയുടെ കാണാൻ കഴിയും. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 17 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ ചിലതൊന്നും വായിക്കാൻ ആഗ്രഹിക്കുക. 17-ാമത്തെ വാക്യം തൊട്ട് വായിക്കുന്ന, ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആരിത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളോട് ചേർന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ. ഏലിയ ആഹാബ് ഏലിയാവിനോട് ചോദിക്കുക, നീയല്ലേ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്? ഇപ്പൊ ഏലിയാവ് പറഞ്ഞ, ഞാനല്ല, നീ നിന്റെ പിതൃഭവനമാണ്. ഏലിയ എന്നിട്ട് ഏലിയ പറഞ്ഞ, എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രായേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഇസബേലിന്റെ മേശയിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെ കർമ്മേൽ പർവ്വതത്തിൽ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുക എന്ന് ആഹാബിനോട് ഏലിയ പറയാം. പ്രൈസോ. ഇപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഹല്ലേലൂയ. കൂട്ടിവരുത്തുക. അപ്പോൾ ഏലിയാവ് ഹല്ലേലൂയ ചോദിക്കാനേ കൂട്ടിവരുത്തുക. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ ആളയച്ച് കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. ഹല്ലേലൂയ. അപ്പോൾ ഏലിയാവ് ചോദിച്ച ഒരു ചോദ്യമാണ്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പിന്ന ഒരു വലിയ വെല്ലുവിളിയാ. സ്തോത്രം. മനുഷ്യൻ പലപ്പോഴും ഭയപ്പെടുന്ന വിധത്തിലൂടെ, ഭയപ്പെടുത്തി കളയുന്ന വിധത്തിലൂടെ മനുഷ്യന്റെ ആത്മജീവിതത്തെ പോലും തകർത്ത് കളയുന്ന നിലവാരങ്ങൾ ആ സാഹചര്യത്തിലൂടെ വ്യത്യസ്തമായ രീതികളിൽ ജനത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. വളരെ സൂക്ഷിക്കേണ്ട കാലഘട്ടമായത്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യമായ പർദീസ, സ്വർഗമായ രാജ്യത്ത് നമ്മൾ എത്തുവാൻ കഴിയാത്ത വിധത്തിൽ അനവധി ഉപദേശങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ദുരുപദേശങ്ങൾ.
അറിഞ്ഞും അറിയാതെ നിങ്ങൾ അതിൽ ചെന്ന് ചാടി പോകരുതെന്ന് ദൈവാത്മാവ് നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരു ദൂത് അറിയിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം രണ്ടു തോണി കാല് വെക്കും എന്ന് ഏലിയാവ് ചോദിച്ചതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണും, നിങ്ങൾ ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കരുതെന്ന്. ഏലിയ ആ ഭാഗത്തിലേക്ക് പോകാൻ വാക്യം ഓർമ്മിച്ചത് മാത്രം. സോദരം, ഇവിടെ നാം ദൈവവചനം വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവഭക്തനായ ഓബത്യാവും ദുഷ്ടനായ ആഹാബും ജനം വിശപ്പ് മൂലം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുതിരകൾക്ക് പുല്ല് തപ്പി നടക്കുന്ന സ്ഥിതി ഏലിയാവുമായിട്ട് അല്ലേലിയ കണ്ടുമുട്ടുക. ഏലിയാവിനെ എതിരിടാൻ അതിശക്തനായി മാറിയ ആഹാബ് ഏലിയാവിന്റെ വെല്ലുവിളി സ്വീകരിച്ച് കർമ്മേൽ പർവ്വതത്തിലേക്ക് അല്ലേലിയ ബാൽ അശേര പുരോഹിതന്മാരെ മുഴുവൻ കൂട്ടി വരുത്തി യഹോവ ദൈവമാണെന്ന് അല്ലേലിയ ഏലിയാവ് തെളിയിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനെ ആഹാബ് തന്റെ പ്രവാചകന്മാരെ എല്ലാം കൂടെ കൂട്ടി വരുത്തിയിട്ട് ബാൽ ദൈവമാണെന്ന് തെളിയിക്കാൻ അവരൊരുങ്ങുക. അല്ലേലിയ അങ്ങനെ രാവിലെ തൊട്ട് ഉച്ചവരെ ബാൽ ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അല്ലേലിയ സ്തോത്രം ബാലിന്റെ പ്രവാചകന്മാരും അശേയുടെ പ്രവാചകന്മാരുടെ ഒന്നിച്ച് നിലവിളിച്ചിട്ടും അവരുടെ ശരീരത്തെ ദണ്ഡം വെച്ച് മുറിവേൽപ്പിച്ച് ചോര ഒലിപ്പിച്ചിട്ടും ഒരിക്കലും ആഹാബിന്റെ ആളുകൾക്ക് ബാൽ ദൈവമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഏലിയ സ്തോത്രം. അവിടെയാണ് ഏലിയാവിന്റെ ശുശ്രൂഷയുടെ സാന്നിധ്യം വെളിപ്പെടുന്നത്. പ്രൈസലോ. എന്നിട്ട് ആ വചനത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ ബാൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥന നിലവിളി നിഷ്ഫലമായി ജനമുമ്പാകെ മ്ലാനവതന്മാരായി മാറി. നമ്മൾ മ്ലാനതയിലാണെന്നൊക്കെ പറയുന്നതില്ല എന്ന് പറഞ്ഞവരെ ആ ബാൽ പ്രവാചകന്മാരുടെ ശുശ്രൂഷകളെല്ലാം അവസാനിച്ചു. അവർ നിലവിളിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ശരീരത്തെ ദണ്ഡിപ്പിച്ചിട്ടും മുറിവേൽപ്പിച്ചിട്ടും ചോരയൊലിപ്പി നൃത്തം ചെയ്തിട്ടും ഒന്നും അവരുടെ ബാല് ദൈവമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ജനത്തിനു മുമ്പിൽ വളരെ മ്ലാനവതന്മാരായിപ്പോയി. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്തു? ഏലിയാവ് അവിടെ മുമ്പുണ്ടായിരുന്ന ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നിരുന്നതുമായ യാഗപീഠം ഹല്ലേലൂയ 12 ഗോത്രങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്ന് കാണിക്കാനായിട്ട് 12 കല്ലുകൊണ്ട് പുതുക്കിപ്പണത് യാഗം അർപ്പിച്ചു. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം കൂടെ എന്നോട് പറഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഏലിയാവ് ഒരു പുരോഹിത കുടുംബക്കാരനായിരുന്നു. ഏലിയാവ് എന്ന് പറയുന്ന വ്യക്തി ഒരു പുരോഹിത കുടുംബക്കാരനാണ്. കടലിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് അവിടെ ധാരാളം ഒഴിച്ചു കുതിർത്തു തീയിറങ്ങാനായി പ്രാർത്ഥിച്ചു. ഇപ്പൊ വേദപുസ്തകത്തിൽ മറ്റാരും പ്രാർത്ഥിക്കാത്ത ഒരു വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ് ഏലിയാവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത്. പ്രൈസോ. എന്തിനാണ് ഈ ഭാഗങ്ങൾ ഇങ്ങനെ ചിന്തിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കിയൊക്കെ പോകുന്നത്? നമുക്കറിയാം, നാം അല്ലെങ്കിൽ ഏലിയാവിന്റെ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിലെ ഉപദേശങ്ങളും ആചാരങ്ങളും ഒക്കെ ഒരു വാങ്ങൽ ഇന്നും ഇവിടെ ഉണ്ടെങ്കിലും ഇത് പുതിയ നിയമസഭയുള്ള ബന്ധത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഏലിയാവ് ശക്തമായി ദൈവസനിൽ നിന്ന് വില കൊടുത്ത് താൻ സേവിക്കുന്ന യഹോവ തന്നെയാണ് ദൈവമെന്ന് തെളിയിക്കുവാൻ തന്റെ ജീവിത വിശുദ്ധിയിൽ ഉറച്ചു നിന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരണം. രണ്ട് തോണിയിൽ കാല് വെക്കുന്നവരായി മാറാതെ, ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കുന്നവരായി മാറാതെ, നമ്മൾ അധിവസിക്കുന്ന ഈ ലോകരാജ്യങ്ങൾ, നമ്മൾ അധിവസിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വിധത്തിൽ പ്രപഞ്ചത്തെ ഇത്ര വലിയ മനോഹരമായി സൃഷ്ടിച്ച് നമ്മുടെ കൺമുമ്പിൽ അവതരിപ്പിച്ച് തന്നിരിക്കുന്ന ദൈവം. നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് മുറ്റത്തിറങ്ങി നോക്കിയാൽ പ്രപഞ്ചത്തിന്റെ മനോഹാരിത കാണുവാൻ കഴിയും. മനുഷ്യൻ ഉണർന്നു വരുന്നത് പോലെ തന്നെ പ്രപഞ്ച സസ്യങ്ങളും പ്രപഞ്ചത്തിലെ വൃക്ഷലതാദികളെല്ലാം ഉണർവിലേക്ക് വരുന്നു. അപ്പോൾ തന്നെ ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്ന പക്ഷി മൃഗാദികളെല്ലാം ചിലച്ചുകൊണ്ട് ആഹാരം തേടി അവരും ഇറങ്ങുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവനും അവന്റെ കൃത്യനിർവഹണത്തിന് വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി അവനും പുറപ്പെടുന്നു. അങ്ങനെ ഈ ഭൂമിയെ സൃഷ്ടിച്ച് ഇത്ര മനോഹാരിതമായി എല്ലാ നിലയിലും അലങ്കരിച്ച് നിർത്തിയിരിക്കുക നമ്മുടെ യഹോവയായ ദൈവം യേശു കർത്താവ്.
അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ മഹനീയമായ പ്രവൃത്തിയെ ഈ ഭൂമിയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾ അല്ലുരിയെ തെറ്റിപ്പോകരുത്. അവിടെ ഞാൻ പറഞ്ഞ നിങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടി അനവധി ഉപദേശകം നിങ്ങൾക്കെതിരെ കടന്നു വരാം. പ്രൈസ്. ഇപ്പൊ സൃഷ്ടാവായ ദൈവത്തെ മറന്നു കളഞ്ഞിട്ട്, ഈ കാണുന്ന സകലത്തിന്റെ സൃഷ്ടാവായ ദൈവത്തെ മറന്നു കളഞ്ഞിട്ട് ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് ദൈവത്വം കൊടുത്തു. ദൈവത്തിന്റെ സൃഷ്ടികളെ ദൈവങ്ങളാക്കി മാറ്റി ആരാധിക്കുക. പണ്ടത്തെക്കാളൊക്കെ ഇന്ന് അനവധി മനുഷ്യ ദൈവങ്ങൾ എഴുന്നേറ്റിരിക്കുക. ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ദൈവമാകാൻ ശ്രമിക്കുക. അങ്ങനെ അവർ ദൈവമാകാൻ ശ്രമിക്കുന്നതിന് കാരണമുണ്ട്. കാരണം ഏദൻ പർദീസയിൽ ദൈവം ആദമിനെയും ഔവയും ആക്കി വെച്ചു. ഔവ എന്ത് ചെയ്തു? തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് യഹോവയുടെ കൽപ്പന ഉണ്ടായിട്ടും സർപ്പത്തിന്റെ വാക്ക് കേട്ടു. സർപ്പം അവളോട് പറഞ്ഞത്, ഇത് തിന്നുന്ന നാളിൽ നിന്റെ കണ്ണു തുറക്കും, നീ ദൈവത്തെ പോലെയാകുമെന്ന്. അല്ലേ? അപ്പൊ ഹവ്വയോട് പറയാം, നീ ഇത് തിന്നുന്ന നിന്റെ കണ്ണു തുറക്കും, നീ ദൈവത്തെ പോലെയാകും. അങ്ങനെ ദൈവത്തെ പോലെയാകാൻ വേണ്ടിയിട്ട് ദൈവം വിലക്കിയ വൃക്ഷത്തിന്റെ ഫലം ഹവ്വ തിന്നതുകൊണ്ട് അവൾക്ക് നഷ്ടപ്പെട്ടത് ഏദൻ തോട്ടമാണ്. ദൈവിക കൂട്ടായ്മയാണ്, ദൈവിക സംസർഗമാണ്. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവളോട് പറഞ്ഞ് നിന്നെ ഞാൻ ദൈവമാക്കാമെന്ന്, നീ ദൈവത്തെ പോലെയാകും. ആ ഒരു ഉപദേശത്തിന്റെ ഈ നൂലിങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. തലമുറയായിട്ട് മാറി ഇങ്ങനെ പലരും ദൈവങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കാണുമ്പോഴാണ് ഏരിയ പറയാം, നിങ്ങൾ രണ്ടു തോണിയിൽ എത്രത്തോളം കാലി വെക്കുമെന്ന്. യേശു ചോദിക്കും, നിങ്ങൾ ദൈവത്തെ മാമൂനെയും കൂടെ സേവിക്കരുതെന്ന് പറയുന്നത്. അത് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ സ്വർഗീയമായൊരു പർദീസയുണ്ട്, സ്വർഗീയ കനാൻ. മിസ്രൈമിൽ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേലിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരുന്നത് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത കനാനാണ്. ലേലിയ പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കുവാൻ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു എന്ന് എല്ലാവർക്കും കഴിയില്ല. അല്ലേലിയ കുറെ ആളുകൾ മരുഭൂമിയിൽ പെട്ടുപോയി. അതിന്റെ ചരിത്രഭാഗത്തിലേക്കൊക്കെ പോകുന്നില്ല ഞാൻ. അല്ലേലിയ എന്നാൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു യോശുവയും കാലേബും 20 വയസ്സ് താഴോട്ടുള്ളവരാണ് വാഗ്ദത്ത കനാലിൽ പ്രവേശിച്ചത്. എന്ന് പറഞ്ഞ പോലെ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞിട്ട്, നമുക്ക് വാഗ്ദത്ത കനാലിലേക്കല്ല നമ്മൾ പ്രവേശിക്കുന്നത്, നമ്മൾ സ്വർഗീയ കനാലിലേക്കാണ് പ്രവേശിക്കുന്നത്. ആ സ്വർഗീയ യെരൂശലേമിലേക്ക്, ആ പർദീസിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നാം വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. യഹോവ തന്നെ ദൈവമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവ് യേശുക്രിസ്തു തന്നെ ദൈവമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. പ്രൈസലോ. കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് കർത്താവിന്റെ വചനങ്ങൾക്കും പ്രമാണങ്ങൾക്കും വ്യവസ്ഥയ്ക്കും അധിഷ്ഠിതമായി ജീവിക്കുന്നവർക്ക് മാത്രമേ ആ സ്വർഗീയ കനാനിൽ എത്തുവാൻ കഴിയുള്ളൂ. പ്രൈസലോ. അപ്പൊ ഏലിയാവിന്റെ പ്രാർത്ഥനയും ഏലിയാവിന്റെ ശുശ്രൂഷയെല്ലാം ഈ കാലഘട്ടത്തിലെ ജനത്തിനൊരു മുന്നറിയിപ്പാണ്. അപ്പൊ മുന്നറിയിപ്പിനെ നിങ്ങൾ അവഗണിച്ചു പോയാൽ നിങ്ങൾ വലിയ ദുരന്തത്തിൽ ചെന്ന് ചാടും. മല്ലേരിയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, മല്ലേരിയ ഏലിയാവിന്റെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം ജ്വലിക്കുന്ന തീനാളം ഇറക്കി അല്ലെങ്കിൽ യാഗവസ്തുക്കളും മണ്ണും വരെ ദഹിപ്പിച്ച് കളഞ്ഞു. ഏലിയാവ് ഒരു വലിയ വീരനായി അവിടെ മാറി. അല്ലേരിയ പ്രാർത്ഥനാ വീരൻ. അല്ലേരിയ. ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കർമ്മേൽ പർവ്വതത്തിൽ നിന്നും ഒരു വലിയ വെല്ലുവിളി ഉയരുകയാണ്. കർത്താവ് അല്ലെങ്കിൽ ദൈവമാണോ, ബാൽ ദൈവമാണോ എന്നതായിരുന്ന വെല്ലുവിളി. ഹല്ലേലൂയ. അവിടെ ഏലിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് എന്ത് ചെയ്തു? ആമേ സ്തോത്രം, ആകാശത്തിൽ നിന്നും തീയിറക്കിയെന്ന് നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ 18-ാം അധ്യായം 36 തൊട്ട് താഴോട്ട് വരെ വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തിയെന്നു, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായി യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. ഏലിയാവിന്റെ പ്രാർത്ഥനയാകട്ടോ. ഹല്ലേലൂയ.
വെളിപ്പെട്ട് വരട്ടെ. യഹോവേ എനിക്ക് ഉത്തരം പറയണമേ, നീ ദൈവം തന്നെ യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം പറയണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാവും വലിയ വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. പ്രാർത്ഥന മധ്യ അത്ഭുതം നടക്കും. പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിലാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെയാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്. യഥാർത്ഥ ജീവിത വിശുദ്ധിയോടെ നാം ദൈവസന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോടെ നമ്മൾ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് നാം ദൈവസന്നിധി വില കൊടുക്കുകയാണ്. ഏലിയാവിനെ പോലെ വില കൊടുക്കുകയാണെങ്കിൽ വിശ്വാസത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് യഹോവയായി ദൈവം യഹോവ തന്നെയാണ് ദൈവമെന്ന് ഏലിയാവ് വെളിപ്പെടുത്തുന്നത് പോലെ ജനത്തിനു മുമ്പിൽ വെളിപ്പെടുത്തി കാണിക്കുന്നത് പോലെ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ വിശ്വാസ ജീവിതത്തിനകത്ത് നീ തകർന്നു പോകാതെ വിശ്വാസ ജീവിതത്തിനകത്ത് ദുരുപദേശം നിന്നിൽ വന്ന് പ്രവേശിച്ച് നീ ദൈവത്തിന് അകന്നു പോകാതെ നീ സേവിച്ചു നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ദൈവമെന്ന് നിന്റെ ജീവിതത്തിലൂടെ നീ വെളിപ്പെടുത്തണം. നിന്റെ സംസാരത്തിലൂടെ, നിന്റെ നോട്ടത്തിലൂടെ, നിന്റെ വാക്കുകളിലൂടെ, നിന്റെ ഇടപാടുകളിലൂടെ, നിന്റെ പ്രവൃത്തിയിലൂടെ, പ്രയത്നത്തിലൂടെയൊക്കെ യേശുക്രിസ്തു ദൈവമാണെന്ന ഏലിയാവിനെ പോലെ നീ ലോകത്തിനു മുമ്പ് വെളിപ്പെടുത്തണം. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അത്ഭുതം ഉണ്ടാകണം. രക്തം ചെയ്യും. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം അത്ഭുതം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗീയ അഗ്നി ഇറങ്ങി ഹോമയാവും മണ്ണുമൊക്കെ ദഹിപ്പിച്ച് കളഞ്ഞെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ നിന്റെ മേൽ ഇറങ്ങിയിരിക്കുന്ന ഒരു അഗ്നിയുടെ അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ ദൈവസഭയുടെ മേൽ കൂടിയിരുന്ന് ആരാധിച്ച 120 പേരുടെ മേൽ ഇറങ്ങിയ അഗ്നിയുടെ അഭിഷേകം ദൈവം തലമുറയായി ദൈവസഭയ്ക്ക് കൈമാറി ഇന്നും കർത്താവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവരുടെ മേൽ ആ അഗ്നിയുടെ അഭിഷേകത്തെ ദൈവം പകരുക. ഹല്ലേലൂയ. അഗ്നിയുടെ അഭിഷേകം, ആ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നിന്റെ ഉള്ളിൽ കത്തിക്കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നിന്റെ വാക്കുകൾക്കകത്ത് ദൈവ അത്ഭുതം പ്രവർത്തിക്കും. നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ആ സകല ബാലിന്റെ പ്രവാചകന്മാരെയും അശേരയുടെ പ്രവാചകന്മാരും ഇവിടുത്തെ ആഹാബിനെ പോലെയുള്ള രാജാക്കന്മാർ പോലും ലജ്ജിക്കത്തക്ക നിലയിൽ, ഹല്ലേലൂയ, ദൈവം നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് അത്ഭുതം ചെയ്യും. അപ്പൊ നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് പലർക്കും യേശുക്രിസ്തു ദൈവമാണെന്ന് വിളിച്ചു പറയുവാൻ ഭയമാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ദൈവമാണെന്ന് വിളിച്ചു പറയാൻ ഭയങ്കര ഭയമാണ്. പലരും പലവിധമായ വിശ്വാസത്തിൽ നിന്നവർ, അവർക്ക് ദൈവവിളി ഉണ്ടായി ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞ് യേശുക്രിസ്തുവിനാൽ രക്ഷ ലഭിച്ചു അവർക്ക് ഒരു മാനസാന്തര അനുഭവം വന്ന് ക്രിസ്തുവിന്റെ കൽപ്പനയാകുന്ന സ്നാനമൊക്കെ സ്വീകരിച്ച് ദൈവസഭയുടെ അടിസ്ഥാനത്തിനനുസരിച്ച് പോകേണ്ട പലരും ഭയപ്പെട്ട് മാറി നിൽക്കുക. ഞാനൊരു യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു, വിശ്വാസ സ്നാനം സ്വീകരിച്ചു, ഞാൻ ദൈവത്തിന്റെ മകളാണെന്ന് പറയാൻ പലർക്കും പേടിയാണ്, ഭയം. അങ്ങനെയുള്ള ഭയത്തിന്റെ അനുഭവത്തിലൂടെ നീ കടന്നുപോയാൽ നിത്യതയുടെ ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏലിയാവിനെ പോലെ ശക്തമായി നീ പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അത്ഭുതങ്ങൾ നീ വെളിപ്പെടുത്തണം. നീ ദൈവത്താൽ കർത്താവായ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവളാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ നീ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. അപ്പം കർത്താവായ യേശുക്രിസ്തുവിനെ നീ അനുഗമിക്കുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. മനുഷ്യന്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നുണ്ട് യേശു. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ കുടിരു തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന ചെറിയവരും വലിയവരും എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും അവരെല്ലാം സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി വെക്കുകയും ചെയ്തിരിക്കുന്ന ദൈവം അവരവരുടെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തർക്കും വീണ്ടുന്ന അനുഗ്രഹങ്ങൾ തരുന്നതും തരാൻ ഒരുങ്ങിയിരിക്കുന്നതുമെല്ലാം നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ സ്വന്തം പ്രയത്നം കൊണ്ടും സ്വന്തം കഴിവ് കൊണ്ടും സ്വന്തം അധ്വാനം കൊണ്ടും ഒന്നും മനുഷ്യൻ സമ്പാദിക്കുന്നതല്ല, എല്ലാം ദൈവത്തെ തരുന്നതാ.
അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാനിത് എന്റെ കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും എന്റെ പണം കൊണ്ടും പാരമ്പര്യം കൊണ്ടും നേടിയതാണ്. പക്ഷെ ഇതൊക്കെ തന്നത് ദൈവമല്ലേ? നിങ്ങൾക്ക് ആരോഗ്യം ദൈവം തന്നത് കൊണ്ടല്ലേ നിങ്ങൾ തൂമ്പയെടുത്ത് കളയ്ക്കുന്നത്? എന്നെ കേൾക്കുന്ന സഹോദരൻ, നിനക്ക് ആരോഗ്യം ദൈവം തന്നത് കൊണ്ടാണ് നീ തൂമ്പ എടുത്ത് കളയ്ക്കുന്നത്, നീ പിക്കാസ് എടുത്ത് കളയ്ക്കുന്നത്. ലേരിയ, നീ ബിസിനസ് ചെയ്യുവാൻ നിവർന്ന് നിൽക്കുന്നത് നിനക്ക് സംസാരിക്കാനുള്ള കഴിവും പ്രാപ്തിയും പണവും ഒക്കെ തന്നത് ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അല്ലേരിയ, നീ ഉന്നതമായ നിലയിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ളവനായി നീ ദേശത്തും വിദേശത്തും ഒക്കെ ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നതിന്റെ പിന്നിലും പ്രവർത്തിച്ച ദൈവമാണ്. അല്ലേരിയ, സ്വതന്ത്രം. ഇവിടെ നല്ല കുടുംബജീവിതം, കുടുംബത്തിന്റെ നല്ല അനുഭവങ്ങൾ, അല്ലെങ്കിൽ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ ഇവരെയും കൊണ്ടൊക്കെ നീ നന്നായി പാർക്കുന്നതിന്റെ പിന്നിലും പ്രവർത്തിച്ച ദൈവമാണ്. നിങ്ങളുടെ സ്വന്തം കഴിവൊന്നുമല്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം നമ്മോട് പറയുന്നത്, ദൈവത്തെയും മാമോനെയും കൂടെ നിങ്ങൾ ഒന്നിച്ച് കൊണ്ട് നടക്കരുത്. ഏലിയാവ് പറഞ്ഞത്, നിങ്ങൾ എത്രത്തോളം രണ്ടു തൂണി കാലിവെക്കും, അതുകൊണ്ട് നിങ്ങൾ ദുരുപദേശത്തിനകത്ത് വീണു പോകാതെ സൃഷ്ടാവായി ദൈവത്തിന്റെ മക്കളായി മാറണം. രക്തം ചെയ്യണം. അല്ലേലിയ. അപ്പൊ ഏലിയാവിന്റെ പ്രാർത്ഥന ശക്തമായ പ്രാർത്ഥനയാണ്. അത്ഭുതം നടത്തി ഇറങ്ങി. അല്ലേലിയ. അത് എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരണം. പ്രൈസ്. നിങ്ങൾ പറയും, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ വശമില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ വിടുന്ന ആമേലല്ലേ അറിവും ജ്ഞാനം ഒന്നും ഒക്കെ ഇല്ലെന്ന് നിങ്ങൾ പറയും. അല്ലേലിയ. അത് നല്ലൊരു ശതമാനം ആളുകളും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേലിയ. അതേക്കുറിച്ച് ഞാനൊക്കെ വിശ്വാസ ജീവിതത്തിലേക്ക് ആദ്യം വന്നപ്പോൾ അല്ലേലിയ, നമ്മള് ഈ ദൈവമക്കളുടെ പ്രാർത്ഥനയെ കുറിച്ച് വേണ്ടത്ര ജ്ഞാനമൊന്നുമില്ലായിരുന്നു. അല്ലേലിയ. മുമ്പ് കാലത്ത് ഞാനൊരു ക്രൈസ്തവ സമൂഹത്തിൽ നിൽക്കുമ്പോൾ അന്ന് ഞാൻ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ആ പ്രാർത്ഥന എനിക്ക് അറിയുള്ളായിരുന്നു. അല്ലേലിയ. എന്നാൽ ഞാൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ, കർത്താവായ യേശുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ, എന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കണം, എന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കണം, എന്റെ വിഷയങ്ങളെല്ലാം ഞാൻ ദൈവത്തോട് അപേക്ഷിക്കണം എന്ന് ഞാൻ ദൈവത്തിന്റെ വചനത്തോടെ ഞാൻ പഠിച്ചപ്പോൾ കർത്താവ് എനിക്ക് പ്രാർത്ഥനയുടെ ആ അഭിഷേകത്തെ തന്നു. രക്തം ചെയ്യാം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറാതെ, നിങ്ങൾക്ക് അറിയാവുന്ന നിലയിൽ, അറിയാവുന്ന സാഹചര്യത്തിലൂടെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോടും യേശുക്രിസ്തുവിന്റെ നാമത്തിലും പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, അല്ലേലിയ, ആരുടെ? കർത്താവായ യേശുക്രിസ്തുവിനോടും യേശുക്രിസ്തുവിന്റെ നാമത്തിലും പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അഗ്നി ഇറങ്ങിയതുപോലെ നിന്റെ ജീവിതത്തിൽ അഗ്നി ഇറങ്ങും. നിന്റെ പ്രാർത്ഥനയിൽ അഗ്നി ഇറങ്ങുമ്പോൾ നിന്റെ കുടുംബത്തിനകത്തുള്ള എല്ലാത്തിനെയും ദൈവം ശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ചെറുത് തൊട്ട് വലിയതിനെ വരെ ദൈവം ശുദ്ധീകരിക്കാൻ തുടങ്ങും. അല്ലേലിയ. നമ്മൾ കൊണ്ടുകൊണ്ടിരുന്നത്, ഒരു കുടുംബത്തിൽ ഒരു പക്ഷേ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഒരു സഹോദരിയായിരിക്കും, അല്ലെങ്കിൽ ഒരു സഹോദരനായിരിക്കില്ല, അവിടുത്തെ മക്കളിൽ ആരെങ്കിലും ഒരാളായി ആ ഒരു വ്യക്തി ദൈവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, ദൈവം ആ മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ അഭിഷേകത്തെ ആ വ്യക്തിയിലേക്ക് അയക്കുമ്പോൾ, അല്ലേലിയ, ആ വ്യക്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട ഒരു അഗ്നിയുടെ അഭിഷേകം ഭവനത്തിനകത്ത് വെളിപ്പെട്ട് കഴിയുമ്പോൾ, ഭവനത്തെ ഭവനത്തിന്മേൽ അവകാശം പറഞ്ഞ് ഭവനത്തിന്മേൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ട ശത്രുവിന്റെ പോരുകളെല്ലാം ആ പരിശുദ്ധാത്മാവിന്റെ ആത്മീയഭിഷേകത്താൽ കരിഞ്ഞു പോകുന്ന. അല്ലേലിയ. നമ്മൾ ചിലരൊക്കെ പറയും, പക്ഷെ കുടുംബത്തോട് ഭയങ്കര പോരാട്ടമാണ്, കുടുംബത്തോട് ഭയങ്കര വെല്ലുവിളിയാണ്, ഒരുപാട് മന്ത്രവാദങ്ങളും ശുദ്രങ്ങളും ഒരുപാട് വരത്തുപോക്കുകളും ഒരുപാട് ശല്യങ്ങളുണ്ട്, ശാപങ്ങളാണ്, ഉയരാൻ പറ്റുന്നില്ല, നന്നാകാൻ പറ്റുന്നില്ല, ബിസിനസ്സിൽ ജയിക്കുന്നില്ല, ജോലിയിൽ അനുഗ്രഹിക്കും, മക്കൾക്ക് എന്നാലും ഭാവിയിൽ അവരുടെ വിവാഹം നടക്കുന്നില്ല, ഒരു വീട് വെക്കാൻ പറ്റുന്നില്ല, സ്ഥലം വാങ്ങാൻ പറ്റുന്നില്ല, കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലേലിയ, മനുഷ്യന് സ്വസ്ഥതയില്ലാതെ കടന്നുപോകുന്ന കുടുംബം അത്രമാത്രം കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ദൈവാത്മാവ് പറയുകയാണ്, ഏലിയാവിന്റെ പ്രാർത്ഥന പോലെ നീ ജീവിത വിശുദ്ധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തീയിറങ്ങി ഹോമയാകും അല്ലെങ്കിൽ യാഗപീഠവും മണ്ണുമെല്ലാം ദഹിപ്പിച്ച് കളഞ്ഞതുപോലെ നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ അഭിഷേകത്തെ ദൈവം അയച്ച് നിന്നെ ആത്മാവിൽ നിറച്ചു കഴിയുമ്പോൾ നിന്റെ ഭാവനത്തിനെതിരെ വ്യാപരിക്കുന്ന സകല പൈശാചിക തന്ത്രങ്ങളെയും ദൈവം നീക്കിക്കളയും.
എൻ്റെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാക്കാൻ തുടങ്ങും. എൻ്റെ കുടുംബത്തിനകത്ത് സന്തോഷം ഉണ്ടാക്കാൻ തുടങ്ങും. എൻ്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത വരാൻ തുടങ്ങും. ഇന്ന് ഞാൻ ഈ ദൈവത്തിനും പറയുമ്പോൾ, നിങ്ങളിൽ എത്ര പേരുടെ കുടുംബത്തിനകത്ത് സമാധാന ജീവിതമുണ്ട്? നിങ്ങൾ എത്ര പേരുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നുണ്ട്? എന്തെങ്കിലും സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്വസ്ഥതയോടെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയം ഒന്നിനു പുറകെ ഒന്നായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ? ഹല്ലേലൂയ. ഒരു പ്രതിസന്ധിയെ മറികടക്കുമ്പോൾ അടുത്തത് വന്നു കഴിയും. അത് കഴിയുമ്പോൾ മറ്റൊന്ന് വന്നു കഴിയും. അങ്ങനെ രോഗമായിട്ടും വ്യാധിയായിട്ടും വിവിധ ബന്ധങ്ങളായിട്ടും കടക്കണികളായിട്ടും പ്രശ്നങ്ങളായിട്ടും കുടുംബത്തിനകത്ത് മുഴുവൻ അസമാധാനം കൊണ്ട് നിറയപ്പെട്ട് നിൽക്കുന്ന സഹോദര സഹോദരി, നിനക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ നീ കണ്ണുനീർ തൂകുന്ന വ്യക്തിയാണെങ്കിൽ, ഹൃദയം ഉരുകി വേദനയോടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്, ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ നീ ജീവിത വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന്, പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാർ എല്ലാവരും ഒന്നിച്ച് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്ന് അവർ പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. നിന്നിലൂടെയാ ദൈവം പ്രവർത്തിക്കുന്നേ. നിന്റെ കുടുംബത്തെ നിന്നിലൂടെ ശുദ്ധീകരിച്ചെടുക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അല്ലേ? അപ്പം ബാലിന്റെ പ്രവാചകന്മാരും അശേരുടെ പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്ന വലിയൊരു ദുരുപദേശ സംഘം പുറത്ത് നിനക്കെതിരെ വ്യാപരിക്കുന്നുണ്ട്. അവരെ നയിക്കാൻ ആഹാബിനെ പോലെ വലിയൊരു രാജാവും നിൽപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള ചില പൈശാചിക ബന്ധനങ്ങൾ നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ, നിന്റെ തലമുറയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിനെ നീ മനസ്സിലാക്കിയിട്ട് ഇന്ന് പകൽ മടങ്ങി വന്ന് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ മുമ്പ് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ മാത്രമേ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യാൻ ഒരുങ്ങിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരണം. അപ്പൊ ദാനിയേലിന് വിരോധമായി ബാബിലിലെ പ്രധാന ദേശാധിപതിമാർ വെല്ലുവിളിച്ചു. ഹല്ലേലൂയ. ആ വെല്ലുവിളിയുടെ നടുവിൽ ദാനിയേലിനെ നശിപ്പിക്കാത്ത വിധം ദൈവം സിംഹങ്ങളുടെ വായ് കെട്ടി. ഹല്ലേലൂയ. അപ്പം ദാനിയേലിനെ നശിപ്പിക്കാൻ ദാനിയേലിന്റെ എതിരാളികൾ ദാനിയേലിനെതിരെ വലിയ വെല്ലുവിളിയാ. രാജാവിനോട് ചെന്ന് വിവരം പറഞ്ഞു. രാജാവ് അത് കേട്ടിട്ട് വെല്ലുവിളിച്ചവരുടെ ആജ്ഞപ്രകാരം ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടുകളയാൻ ഹല്ലേലൂയ തീരുമാനമായി. ദാനിയേൽ ചെയ്തു വരുന്നത് പോലെ ദിവസം ഹല്ലേലൂയ 3 പ്രാവശ്യം തൻ മാളികയുടെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദാനിയേൽ 6:10 വായിച്ചാൽ കാണാൻ കഴിയും. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ വെല്ലുവിളിച്ചവരുടെ മുമ്പിൽ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടെങ്കിൽ ആ സിംഹങ്ങളുടെ വായടച്ചു കളയാൻ അധികാരമുള്ള ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ദൂരാസമഭൂമി നിർത്തിയിരിക്കുന്ന നെബൂഖദ്നേസർ രാജാവിന്റെ ബിംബത്തെ ആരാധിക്കയില്ലെന്ന് തീരുമാനമെടുത്തത് കൊണ്ട് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളഞ്ഞു. ഹല്ലേലൂയ. അവർ എരിയുന്ന തീച്ചൂളയിൽ കിടന്ന് വെന്തുരുകി ഒരുപിടി ചാരമാകുന്ന ചാരമായി തീരുന്നത് കാണുവാൻ നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ നാലാവനായി യേശു ഇറങ്ങി വന്നു. നാലാവനായി ദൈവം ഇറങ്ങി വന്നു. എന്നെ കേൾക്കുന്നവിടെ സ്നേഹിത, നിനക്കെതിരെ ഉയരുന്ന വെല്ലുവിളികളുണ്ടല്ലോ. ഹല്ലേലൂയ. ഏലിയാവിനെതിരെ ഉയർന്ന വെല്ലുവിളി പോലെ, ദാനിയേലിനും ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ ഉയർന്ന വെല്ലുവിളി പോലെ നിന്റെ ആത്മജീവിതത്തിനും വിശ്വാസ ജീവിതത്തിനും കളങ്കം വരുത്തക്ക നിലയിൽ, നിന്നെ നശിപ്പിച്ച് കളയത്തക്ക നിലയിൽ ചില അന്ധകാരത്തിന്റെ വ്യാപാരികൾ നിനക്ക് നേരെ ഉയരുന്നുണ്ട്. നിന്റെ കുടുംബത്തിന് നേരെ ഉയരുന്നു, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ ഉയരുന്നുണ്ട്. അവയെ നീ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ, നീ യഹോവയായ ദൈവത്തെ ഹല്ലേലൂയ യഹോവയായ ദൈവത്തോട് ചേർന്ന്, എന്ന് പറഞ്ഞാൽ ഏലിയാവും ദാനിയേലും ശദ്രക്കും, മേശക്ക്, അബേദ്നെഗോവും ഒക്കെ നിന്നതുപോലെ നീയും കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് ആത്മാവിൽ നിറയപ്പെട്ട് ജീവിത വിശുദ്ധിയോടെ നീ ദൈവത്തിൽ സനി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന സകല വെല്ലുവിളികളെയും ദൈവം നീക്കി തരും. നിന്റെ ശത്രുവിന്റെ വായടയ്ക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ദാനിയേലിനെ സിംഹം കടിച്ചു കയറാതെ
സിംഹത്തിന്റെ വായടച്ച ദൈവം. നിങ്ങളെ പ്രതിയോഗിയായിരിക്കുന്ന പിശാച് അലറുന്ന സിംഹം എന്ന് പറഞ്ഞ പോലെ ആരെ വിഴുങ്ങിയിട്ടെന്ന് തിരഞ്ഞു ചുറ്റി നടക്കുമ്പോൾ, നിനക്കെതിരെ തന്ത്രങ്ങൾ വരയുമ്പോൾ, നിന്റെ പ്രതിയോഗിയായ പിശാചുണ്ടല്ലോ, അവൻ അലറുന്ന സിംഹം പോലെ നിനക്കെതിരെ ഒന്ന് വെല്ലുവിളിക്കുന്നത്. നിന്നോടും നിന്റെ ശുശ്രൂഷയോടും, നിന്നോട് നിന്റെ കുടുംബത്തോടും, നിന്നോട് നിന്റെ മക്കളോടും, നിന്നോട് നിന്റെ ശരീരത്തോടും പിശാച് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. അല്ലേലിയ. നിന്നെ ഏതെങ്കിലും വിധത്തിൽ തകർത്ത് കളയുക, ഇല്ലായ്മയെ നിർമൂലം ചെയ്യുവാൻ വേണ്ടിയിട്ട് പിശാച് പദ്ധതികൾ ഒരുക്കുമ്പോൾ അതിനെ നീ മനസ്സിലാക്കിയിട്ട് നീ അടങ്ങിയിരിക്കരുത്, സ്വസ്ഥമായിട്ടിരിക്കരുത്, നീ പ്രാർത്ഥിക്കണം. അല്ലേലിയ. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവം തീറക്കി ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കി ഏലിയാവിനെ മാറ്റിയതുപോലെ നീ പ്രാർത്ഥനയ്ക്ക് വരണം. പ്രാർത്ഥന കൊണ്ട് മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനോട് മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിനു വേണ്ടി ക്രൂശിൽ യാഗമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് മാത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലേലിയ നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, അല്ലേലിയ, നിനക്കെതിരെ നിൽക്കുന്ന വെല്ലുവിളികളെല്ലാം ദൈവം ചിതറിച്ചു കളയും. അല്ലേലിയ. അവർ ഒരു വഴിയായി, നിന്റെ എതിരാളികൾ, നിന്നെ വെല്ലുവിളിക്കുന്നവർ ഒരു വഴിയായി വന്നിട്ട് നീ പ്രാർത്ഥിച്ചാൽ അവർ 7 വഴിയായി ഓടിപ്പോകുന്നതാണ്. അല്ലേലിയ. അപ്പൊ നിന്റെ ശത്രുക്കള് ഒരു വഴിയായി വരും. നിങ്ങൾ ആവർത്തന പുസ്തകം 28:7 കൂടെ വായിച്ചാൽ മതി, ചേർത്ത് വായിച്ചാൽ മതി. അപ്പൊ അവർ ഒരു വഴിയായി വരും, പക്ഷെ നീ പ്രാർത്ഥിച്ചാൽ അവരെ 7 വഴിയായി ദൈവം ചിതറിച്ചു കളയും. രക്തം ചെയ്യും. ഉടനെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിനക്കൊരു നന്മയെ തരാൻ ആഗ്രഹിക്കുക, ഒരു ഉയർച്ച തരാൻ ആഗ്രഹിക്കുക. നിന്റെ സ്ഥിതികളെ മുഴുവൻ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ നിനക്ക് തന്നിരിക്കുന്ന ആയുസ്സിന്റെ ആ പൂർത്തീകരണം വരെ ലേലിയ ദൈവം നിന്നിലൂടെയാണ് അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിന്മേലുള്ള സകല ശാപങ്ങളും, സകല ബന്ധനങ്ങളും, ആഭിചാര മന്ത്രവാദ പൂര് കെട്ടുകളെ മുഴുവൻ, സാത്താന്റെ തന്ത്രങ്ങളെ, സാത്താന്റെ പൈശാചിക ഇടപാടുകളെ, വാഴ്ചകളും അധികാരങ്ങളും, ഈ അന്ധകാലത്തിന്റെ ലോകാധിപതിയുടെ ആ തന്ത്രങ്ങളും, സ്വലോകത്തിലെ ദുഷ്ടാത്മസേനയുടെ എല്ലാ വ്യാപാരങ്ങളെയും നിന്റെ കുടുംബത്തിൽ നിന്ന് അകറ്റിക്കളയും ദൈവം. പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിക്കണം. അപ്പൊ ഏരിയാവിനെ വരെ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകണം. അല്ലേ ഏരിയ. ഇവിടെ നാം ദൈവത്തിന് വരം വായിക്കുന്നത് ലല്ലുരിയ. അപ്പൊ ഇവിടെ അല്ലെങ്കിൽ സ്തോത്രം അല്ലെ, നമുക്ക് ദൈവത്തിന് വരം വായിക്കുമ്പോൾ അപ്പൊ ഈ ശദ്രക്ക്, മേശക്ക്, അബീദ്നേഗോവിനെ, ദാനിയേലിനെയൊക്കെ കാത്തു സൂക്ഷിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ കാത്തു സൂക്ഷിപ്പാൻ ആഗ്രഹിക്കുക. നമുക്ക് നിരീശ്വരവാദിയായിരുന്ന വാൾട്ടർ അല്ലുരിയ ദൈവമില്ല എന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യം വെല്ലുവിളിച്ചു. വാൾട്ടർ ഭയങ്കര നിരീശ്വരവാദിയായില്ലായിരുന്നു. അദ്ദേഹം ദൈവമില്ല എന്ന് പറഞ്ഞ് പല പ്രാവശ്യം വെല്ലുവിളിച്ചു. അല്ലുരിയ. ജീവിതകാലം മുഴുവൻ അതിനെക്കുറിച്ച് എഴുതി. അവസാനം അയ്യോ, അയാളുടെ മരണസമയത്തും എത്ര പരിതാപകരമായിരുന്നു. ദൈവമില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് അദ്ദേഹം ഒരുപാട് അതിനെക്കുറിച്ച് ദൈവമില്ലെന്ന് എഴുതി. അവസാനം അദ്ദേഹത്തിന്റെ മരണസമയം വളരെ പരിതാപകരമായിരുന്നു. തന്റെ പാപങ്ങൾക്ക് വേണ്ടി അനുദപിച്ച് നിലവിളിച്ചു. ലുരിയ വാൾട്ടറിന്റെ പാപങ്ങൾക്ക് വേണ്ടി അനുദപിച്ച് നിലവിളിച്ചു. നിരീശ്വരവാദികളായവർക്ക് അയാളുടെ മരണം ഒരു മുന്നറിയിപ്പായിരുന്നു. ഇന്നും നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാർക്കും വാൾട്ടറിന്റെ മരണം ഒരു മുന്നറിയിപ്പാണ്. വാൾട്ടർ ദൈവമില്ല എന്ന് പറഞ്ഞ് വാദിച്ചവനും പ്രസംഗിച്ചവനും ഒരുപാട് എഴുത്തുകൾ എഴുതിയവനുമാണ്. അവസാനം വാൾട്ടറിന്റെ മരണം വളരെ പരിതാപകരമായി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവത്തിനെതിരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്തിനെതിരെ വ്യാപരിക്കുന്ന തന്ത്രങ്ങൾ കൊണ്ടുവരുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും ദുരുപദേശകന്മാരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, വാൾട്ടറിനെ പോലെ നിന്റെ മരണം പരിതാപകരമായി മാറാതിരിക്കണം, നിന്റെ ജീവിതം പരിതാപകരമായി മാറാതിരിക്കണമെങ്കിൽ നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം, രക്തം ചെയ്യും. അല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം അല്ലേലൂയ. പിന്നത്തേതിൽ എന്ത് ചെയ്തു? അല്ലേലൂയ, വാൾട്ടർ മരിച്ചു. അല്ലേലൂയ. അല്പ ദിവസങ്ങൾക്കകം അയാളുടെ വാൾട്ടറുടെ വീട്, കുറച്ച് നാളുകൾക്ക് ശേഷം വാൾട്ടറുടെ വീട് അല്ലേലൂയ വേദപുസ്തക ശാലയായി മാറി. അവിടെ അനവധി വേദപുസ്തകങ്ങൾ ശേഖരിക്കുകയും വേദപുസ്തകങ്ങൾ അവിടെ അല്ലേലൂയ അച്ചടിക്കുകയും ചെയ്തു.
ലക്ഷക്കണക്കിന് വേദപുസ്തകം വാൾട്ടറിന്റെ ഭവനത്തിനകത്ത് അച്ചടിക്കുവാൻ തുടങ്ങി. നിരീശ്വരവാദിയായിരുന്ന വാൾട്ടറിന്റെ കുടുംബം ഇപ്പം ആമി സുവിശേഷത്തിന്റെ കലവറയായി മാറി. ഞാൻ പുസ്തകത്തിൽ വായിച്ചതാ കേട്ടോ. എന്റെ ഏരിയ സ്വതം എനിക്ക് അതുകൊണ്ട് യാക്കോബ് എഴുതി, നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു, ഈ വക പ്രശംസ എല്ലാം ദോഷമാകുന്നു. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ എന്നാണ് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 16-ാം അധ്യായം 14 തൊട്ട് വായിച്ചത് കാണാൻ കഴിയും. അല്ലേ സ്തോത്രം. അപ്പൊ നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നത്, അത് ഇന്നത്തെ കാലം വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്ന അനവധി ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലേ യാക്കോബ് പറഞ്ഞ വചനം കൂടെ ഞാനൊന്ന് വായിക്കാം. അല്ലേ അപ്പൊ യാക്കോബ് പറഞ്ഞ വചനം ഏതാണ്? സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13 തൊട്ടുള്ള വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇന്നോ നാളെയോ നിങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കൂ എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. അല്ലേ നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു, ഈ വക പ്രശംസ എല്ലാം ദോഷമാകുന്നു. അല്ലേ എന്നിട്ട് നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അല്ലേ ചെയ്യാത്തവന് അത് പാപം തന്നെ. സത്യദൈവം ആരെന്നും സത്യദൈവം എന്തെന്നും മനസ്സിലാക്കുവാനുള്ള കഴിവും പ്രാപ്തിയും നിനക്ക് തന്നിട്ടും സത്യദൈവത്തെ ആരാധിക്കാൻ നിനക്ക് കഴിയാതെ പോകാത്തതും നിന്റെ ജീവിതത്തിൽ പാപം തന്നെയാണ്. അല്ലേ സ്തോത്രം. അവിടെ നിങ്ങൾ ദുരുപദേശത്തിൽ പെട്ടുപോകരുത്. ദുരുപദേശങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അല്ലേ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്. അല്ലേ അപ്പൊ നിമിഷ നേരത്തിനുള്ളിൽ മാഞ്ഞു പോകുന്ന ആവിയാണ് മനുഷ്യന്റെ ജീവിതം. മനുഷ്യജീവിതം അത്രയ്ക്ക് ക്ഷണഭങ്കുരം എന്നാണെന്നാണ് ഈ വചനം ഓർപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് എന്ന് യാക്കോബിന്റെ ചോദ്യം നല്ലൊരു ശാസനയോടെയാണ്. അല്ലേ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ, നിന്റെ മക്കളെ സംരക്ഷിക്കുവാൻ ആമീൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ പർദീസില്ല, നിത്യമായ പർദീസിൽ നിങ്ങളെ എത്തിക്കുവാൻ യേശുക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുള്ളൂ. യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ ഏലിയാവിനെ പോലെ നീ ശക്തമായ പ്രാർത്ഥനയിലൂടെ ദൈവത്തിലേക്ക് വരുന്നെങ്കിൽ കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അത്ഭുതം ചെയ്യുവാൻ തുടങ്ങും. അല്ലേലിയ. അപ്പൊ അതുകൊണ്ട് സ്തോത്രം. സ്തോത്രം. ശലോമോൻ ഇപ്രകാരം പറഞ്ഞു. സദൃശ്യവാക്യം 27:1 പറഞ്ഞു, നാളത്തെ ദിവസം ചൊല്ലി നിങ്ങൾ പ്രശംസിക്കരുത്. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. അപ്പൊ നാളത്തെ ദിവസത്തിൽ ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അല്ലേ നാളെ എന്ത് സംഭവിക്കും? ഈ പ്രഭാതം വെളുത്തു വരുന്ന സമയത്ത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഈ പ്രഭാതത്തിൽ എന്തെല്ലാം സംഭവിക്കും നീ അറിയുന്നില്ല. അല്ലേ നമ്മൾ കഴിഞ്ഞിടയ്ക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ കണ്ടു. തലേദിവസം രാത്രി സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് കുടുംബമായി പ്രാർത്ഥിക്കുന്നവര് പ്രാർത്ഥിച്ചൊക്കെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. പക്ഷേ പിന്നീട് സംഭവിച്ചതിനെ കുറിച്ച് നമ്മൾ പത്രവാർത്തയാണ് കേൾക്കുന്നത്. അല്ലേ അതെ എന്നെ കേൾക്കുന്നത്. ഒരു നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ല. അല്ലേ അതുകൊണ്ട് ലഭിച്ച സമയം ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കാതെ ഇരുതോണി കാലുവെക്കാതെ നിങ്ങൾ ദൈവത്തിന്റെ കടന്നു വന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് നിങ്ങളുടെ നിത്യജീവനെ നിങ്ങൾ പ്രാപിച്ചെടുത്തോണം. നിത്യജീവനെ നേടണം. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം. നിന്റെ കുടുംബത്തെ തകർക്കുന്ന അന്യായ ബന്ധനങ്ങളെ നീ തകർത്ത് കളയണം. നിന്റെ തലമുറയെ തകർക്കുന്ന പാപ സ്വഭാവങ്ങളെ നീ തകർക്കണം. അല്ലേറിയ നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത കെടുത്തിക്കള നിന്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീര് അവയെ മാറ്റണമെങ്കിൽ അത് മാറിപ്പോകണമെങ്കിൽ നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വേണം. ഏലിയാവിനെ പോലെ നീ പ്രാർത്ഥിക്കണം. ഏലിയാവിന്റെ പ്രാർത്ഥന സ്വർഗം തീയിറങ്ങിയെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിന്റെ മേൽ ഇറങ്ങി വരും. അല്ലേറിയ ആ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം നടക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വമ്പ് പറഞ്ഞ് പ്രശംസിച്ച് നടക്കാതെ അല്ലേറിയ നിങ്ങളുടെ ആത്മാവിന്റെ വില എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസലോ മടങ്ങി വന്ന് ദൈവത്തിലേക്ക് മടങ്ങി വരണം. അല്ലേറിയ അപ്പം ഒരിക്കൽ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു കേട്ടോ. വലിയൊരു ഗുസ്തിക്കാരനും നിരീശ്വരവാദിയുമായിരുന്ന ഒരാൾ സ്റ്റേജിൽ നിന്നുകൊണ്ട് ജനക്കൂട്ടത്തോട് പറഞ്ഞു, ദൈവം എന്ന് പറയുന്ന ആരുമില്ല.
അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്നോട് നേരിട്ട് ഗുസ്തിക്ക് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വെല്ലുവിളിച്ചു. ചില നിമിഷങ്ങൾക്കകം ഒരു വൻ കരിവർണ്ണ കടന്നൽ അവന് നേരെ പാഞ്ഞു വന്നു. ഹല്ലേലൂയ. അവന്റെ തലയിൽ തന്റെ വിഷമുള്ള ആ മുള്ള് കുത്തിയിറക്കി പറന്നുപോയി. ആ വിഷമുള്ള ഇറങ്ങിയതിന്റെ ഫലമായി ചില നിമിഷങ്ങൾക്കുള്ളിൽ ആ നിരീശ്വരവാദിയായിരിക്കുന്ന ഗുസ്തിക്കാരൻ എന്ത് ചെയ്തു? ചത്ത് താഴെ വീണു. ഹല്ലേലൂയ. ചത്ത് താഴെ വീണു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഒരു നിരീശ്വരവാദിയായിരിക്കുന്ന ഗുസ്തിക്കാരൻ പറഞ്ഞു, ദൈവമില്ല, അങ്ങനെ ഒരു ദൈവമെങ്കിൽ ഉണ്ടെങ്കിൽ ഇറങ്ങി വന്നിട്ട് ഗുസ്തിക്ക് വരട്ടെ എന്ന് വെല്ലുവിളിച്ചതിന്റെ ഫലമായി ഒരു കരിവർണ്ണ ആമി കടന്നലിനെ ദൈവം അയച്ചു. ഒറ്റ കടന്നല്. ആ ഒറ്റ കടന്നൽ വന്ന് അവന്റെ തലയിൽ ആ കടന്നലിന്റെ വിഷമുള്ള കൊണ്ട് കുത്തി നിമിഷങ്ങൾക്കുള്ളിൽ അവൻ ചത്തു വീണു. അത് നിരീശ്വരവാദികൾക്കൊരു മുന്നറിയിപ്പാണ്. ഇത് നിരീശ്വരവാദികളും യുക്തിവാദികളും ദുരുപദേശന്മാർക്കും ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരോട് ഞാൻ പറയട്ടെ, നിന്റെ നാശം ഒരു കടന്നലിനെ കൊണ്ട് മാത്രം തീർക്കാൻ കഴിയും. ഒരു കടന്നലിനെ മാത്രം ദൈവം ഉപയോഗിച്ചെങ്കിൽ നാം ദൈവത്തെ ഭയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ രക്ഷകനെ അറിയണം. ഹല്ലേലൂയ. ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കും വിരോധമായി വെല്ലുവിളിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കും ക്രൈസ്തവ സമൂഹത്തിനും ക്രൈസ്തവ വിഷയമാർക്കും എതിരെ വെല്ലുവിളിച്ചു വെല്ലുവിളി ഉയർത്തി നിന്ന് അവരെ തകർക്കുവാൻ വേണ്ടി ഇല്ലായ്മയും തന്ത്രങ്ങൾ മന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് നിൽക്കുന്ന ദുരുപദേശകന്മാരോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ്, ദൈവം ഒരു കടന്നലിനെ അയച്ചാൽ നിന്റെ സ്ഥിതി തീരും. ഒരു കടന്നല് മതി എല്ലാത്തിനും തകർക്കാൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ആകാശത്തെ ഭൂമി സൃഷ്ടിച്ച കർത്താവിനെ നീ അറിയാതെ പോകരുത്. അല്ലയോ, നിനക്ക് വേണ്ടി ജീവൻ തന്ന ദൈവത്തെ നീ അറിയാതെ പോകരുത്. നിനക്ക് വേണ്ടി അവസാനത്തോടെ രക്തം വരത്തം നിന്നെ വീണ്ടെടുത്ത ദൈവത്തെ നീ അറിയാതെ പോകരുത്. നിന്റെ പാപങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയുന്നവന്റെ കുടുംബത്തെ സഹായിപ്പാൻ നിനക്ക് രക്ഷ തരുവാൻ കഴിയുന്നവൻ, നിന്റെ പാപത്തിന് പരിഹാരം തന്നെ ശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന ദൈവത്തെ, യേശുവിനെ നീ അറിയാതെ പോകരുത്. ഹല്ലേലൂയ. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ എന്ത് ചെയ്തു? നല്ലൊരു ദൈവം പ്രവർത്തിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഏലിയാവിന്റെ പ്രാർത്ഥന മുമ്പിൽ ദൈവം പ്രവർത്തിക്കുകയും പിന്നെ ബാലിന്റെ പ്രവാചകന്മാരെയൊക്കെ അവിടെ വെട്ടിക്കൊന്നു എന്നാ ഏലിയാവ് വായിക്കുന്നതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പരിശീലിക്കുന്നത്, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. നിങ്ങളുടെ വിശ്വാസം ഏതുമാകട്ടെ, വിശ്വാസ പ്രമാണങ്ങൾ ഏതുമാകട്ടെ, നിങ്ങൾ ഏത് സമുദായത്തിൽ ഏത് സഭയിലാണെന്ന് അല്ല ചോദിച്ചത്. നിങ്ങൾ ഏത് മതമല്ല, ഏത് മതവിഭാഗനാണെന്ന് ചോദിച്ചില്ല. നിങ്ങൾ ഏത് ജാതിയാണെന്ന്, ഏത് ജാതിയുടെ പേരിൽ നിൽക്കുന്നതാണോ ഒന്നും അല്ല ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ. മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നീ പാപക്ഷമയ്ക്ക് അപേക്ഷിക്കണം. പാപക്ഷമ വിരത്തി ശുദ്ധീകരണം പ്രാപിച്ച് ദൈവരാജ്യത്തിന് അവകാശിയായി മാറണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ രക്ഷകനെ അറിയണം. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദരി, നിങ്ങളൊരു യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു യുദ്ധക്കളത്തിലാണ്. സാത്താൻ എപ്പോഴും നിങ്ങൾക്ക് വിരോധമായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഭൂമിയിൽ ഒരു യുദ്ധക്കളത്തിലാ. സാത്താൻ എപ്പോഴും നിനക്ക് നേരെ വെല്ലുവിളിക്കുക, നിന്റെ കുടുംബത്തിന് നേരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഇരുന്ന് അവന്റെ വിലയേറിയ രക്തം നിങ്ങൾക്ക് വേണ്ടി ചീന്തി എന്നറിഞ്ഞ്, ഹല്ലേലൂയ, നിങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ കോടാനുകൂടി ദൂതന്മാരും കെരൂബുകളും സഹാബുകളും വിശുദ്ധന്മാരും അടങ്ങിയിരിക്കുന്ന വലിയ സംഘം, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. കൂടാതെ പിതാവ്, പുത്രൻ, പരിശുദ്ധന്മാരുടെ സാന്നിധ്യത്തിൽ ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കും. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, 1 യോഹന്നാന്റെ ലേഖനം 3-8 വാക്യം വായിച്ചു കാണുന്നുണ്ട്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അതെ, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ, ദുരുപദേശത്തെ, മന്ത്രവാദത്തെ, തന്ത്രങ്ങളെ, കൂടോത്രങ്ങളെ, ക്ഷുദ്രങ്ങളെ, ദുരുപദേശങ്ങളെ, ദുരുപദേശ തന്ത്രങ്ങളെ, ദൈവമില്ലെന്ന് പറയുന്ന മൂഢന്മാരെയും നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും അവരൊരുക്കുന്ന സകല തന്ത്രങ്ങളെ, സാത്താനി ആരാധകളെ, അതിനെല്ലാം അഴിപ്പാൻ, അതിൽ കുടുങ്ങിക്കിടക്കുന്നവരെ വിടുവിപ്പാൻ ദൈവപുത്രൻ യേശുക്രിസ്തു പ്രത്യക്ഷമായി. അതെ, നിന്റെ കുടുംബത്തെയും വിടുവിക്കാനാണ് യേശു പ്രത്യക്ഷമായത്. അതെ, ഇന്ന് പകൽ നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ, ബന്ധനത്തിലാണ്, ശാപത്തിലാണ്, പാപത്തിലാണ്, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, കണ്ണുനീരിന്റെ നടുവിലാണെങ്കിൽ, ഇന്ന് പകൽ ദൈവം നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വചനം പറഞ്ഞ്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാലി വെക്കും,
യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലും അവനെ അനുഗമിപ്പിൻ. അതെ, ഏലിയാവിന്റെ പ്രാർത്ഥന മധ്യത്തെ യഹോവ തന്നെ ദൈവം എന്ന് വെളിപ്പെടുത്തിയ പോലെ നിന്റെ പ്രാർത്ഥനയിൽ കർത്താവിന്റെ നാമം ഉയരുവാൻ, നീ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ നിന്റെ ദൈവം സഹായിക്കട്ടെ. ആരെങ്കിലും ഇതുവരെ യേശുവിന്റെ ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് പകരം നിങ്ങളുടെ ഹൃദയം യേശുവിന്റെ കൊടുക്കുക, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് പകരം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദേശത്തിൽ ബാലിക കൗമാരിക യൗവനത്തിലും വാർദ്ധക്യത്തിന്റെ അനുഭവത്താശം യാതൊരു ഓർഫനേജ് ഓൾട്ടർ ജീവിത തടപുറയിലായിരിക്കുന്ന സകല ജഗത്തെ വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ല ഭരണ മേധാവികൾ സംസ്ഥാനങ്ങൾ രാജ്യങ്ങളിൽ ലക്ഷണം ഭരിക്കുന്നത് പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവികൾ ഗോത്രങ്ങളെ ദ്വീപുകളെ ആദിവാസികൾ ട്രൈബൽ മേഖല ഭരിക്കുന്നവരുടെ ജനതയും കരസേന വ്യോമസേന നാവിക അധികാരികൾ അതിഥികൾ കാക്കുന്ന BSF CRPO ക്രമസമാധാന പാലകരെ നിയമനിർമ്മാണ രംഗത്തിന്റെ സംഘമാണ് പോലീസിന് വിവിധ സെക്ഷൻ ജുഡീഷ്യൽ വിവിധ ഭാഗങ്ങളെ കേരളത്തിലെ മുഖമൊക്കെ കൂടി ജനങ്ങളെ തലമുറകൾ നടത്തി അന്യസ്ഥാന തൊഴിലാളികളും ഇന്ത്യയിലെ കർത്താവ് 140 കോടി ജനത്തിനായി ലോകരാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തിനായി ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കരയിലും കടലും ആകാശമാർക്കും വാഹനോടി യാത്ര ചെയ്യുന്നവർ, വാഹന നിർമ്മാതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, കർത്താവ് ഇസ്ലാമിക് തീരദേശമായി കടലൂര വാസികളെ മത്സരത്തിനായി കടന്നുപോയിരിക്കുന്നവർ, അല്ലെങ്കിൽ കർത്താവ് സഹകരണമേലും പൊതുമേഖല ആരോഗ്യമേലും വിദ്യാഭ്യാസ സാമ്പത്തികമേലും ബാങ്കിംഗ് മേഖലയിലായിരിക്കുന്നവർ, സയന്റിസ്റ്റ് മത സാമൂഹിക സംസ്കാര സംഘടനാ രംഗത്ത് ചലച്ചിത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവർ, പണവിദേശ പാർട്ടികളെ അല്ലെങ്കിൽ കർത്താവ് കൺഷൻ രംഗത്ത്, കൺപോർട്ടർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, വിവിധ ട്രാൻസ്പോർട്ട് സർവീസിന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ മധ്യത്തിൽ വൈകൊരു മനുഷ്യലകരിപ്പത് അടിപ്പെട്ടു തിരിച്ച് വൈദ്യുതിവാദികൾ ദൈവമില്ലായെന്ന് പറഞ്ഞ മൂടന്മാരടക്കം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്കുന്നു. പാപത്തിലും ശാപത്തിലും രോഗത്തിലും ബന്ധനത്തിലും അകപ്പെട്ടുള്ള കുടുംബങ്ങൾ സമാധാനമില്ലാതെ ജീവിക്കുന്നവരെ വിടിവിക്കണമേ. കേരളത്തിലും ഭാരതത്തിലും രാജ്യം ജോലിക്കായി കടന്നുപോയി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, തലമുറകൾ ഈ ലോകത്തിന്റെ വെറുപ്പത്തിൽ അകപ്പെട്ട് ജീവിതം നശിച്ചു കിടക്കുന്ന അനേക ജീവിതങ്ങൾക്ക് ഒരു മാനസാന്തരം കൊടുക്കണമേ. കർത്താവിന്റെ വേലയെ സ്നേഹിച്ച് കേരളത്തിലും ഭാരത വിദേശ ജോലി ചെയ്യുന്ന വേല ചെയ്യുന്നവർ, മുഖാന്തരം കഷ്ടം സഹിക്കുന്നവർ, വിദേശ രാജ്യത്ത് ജോലിക്ക് പോയി കഷ്ടം സഹിക്കുന്നവർ, പീഡയെ അനുഭവിക്കുന്നവർ, നാട്ടിലേക്ക് കിടന്നിട്ട് കഴിയാതെ ഭാഗമില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മണലാരിൽ കഷ്ടം സഹിക്കുന്ന രോഗികളായിരിക്കുന്നവരെ, ഭവനത്തിനകത്ത് രോഗികളായിരിക്കുന്നവരെ, ഹോസ്പിറ്റലായിരിക്കുന്നവരെ, മരണത്തിന്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഏരിയാവിനെ പോലെ പ്രാർത്ഥന സജ്ജനായി മുന്നോട്ട് വന്ന് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ അഭിഷേകത്തെ പ്രാപിച്ച് ഒരു വിശുദ്ധ ജീവിത വഞ്ചനത്തെ ഒരുക്കണം, സകല മുഖത്ത് ഒരുക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.